ലൈവില് എവിക്ഷൻ നോമിനേഷൻ നടക്കുകയാണ്. ഇത്തവണ ഓപ്പൺ നോമിനേഷൻ അല്ല, കൺഫെഷൻ റൂമിലാണ് നോമിനേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും മനസ്സ് തുറന്ന് ബിഗ് ബോസിനടുത്ത് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ പലരുടെയും കള്ളത്തരങ്ങളും ഗൂഢാലോചനകളും എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എവിക്ഷൻ നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദില ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇതിന് റീസൺ ആയിട്ട് ആദില ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പെങ്ങളൊട്ടി കളിക്കാൻ വരുന്നു. ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും നിൽക്കാൻ സ്യൂറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല ഷാനവാസ്. ഒരു ഗെയിം കൊടുത്താൽ പോലും അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ സീക്രട്ട് ടാസ്ക് എടുക്കുകയാണെങ്കിൽ അതുപോലും മര്യാദക്ക് കളിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞങ്ങളെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ടാസ്ക് മനസ്സിലാക്കി ഞങ്ങൾ കളിക്കുമായിരുന്നു. അല്ലാതെ പുള്ളിയെ പോലെ ഇങ്ങനെ കോളാക്കാനൊന്നും നോക്കില്ല. പുള്ളി ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. ഇവിടെ അഭിനയിച്ചാണ് നിൽക്കുന്നത്. വീടിനകത്തേക്ക് കയറിയപ്പോൾ മുതൽ ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയാണെന്ന് പുള്ളി പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ സീക്രട്ടായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആദില ബിഗ് ബോസിനോട് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറയാണ്. ഇതിൽ അനീഷിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ആദില ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. എന്തോ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ അനീഷ് എന്ന് ഷാനവാസിനോട് ആദില പറഞ്ഞു അത്രേ. ആ സമയത്ത് ഷാനവാസ് പറയാണ്, ഫ്രണ്ടൊക്കെ ഇവിടെയല്ലേ, പുറത്തല്ലല്ലോ എന്ന്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പുറത്ത് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അകത്ത് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി മാത്രം ഞാനൊരു ക്യാരക്ടർ പിടിച്ച് ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോവാണ് എന്ന് ആദിലെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ന് നോമിനേഷൻ സമയത്ത് ആദിൽ ആ കാര്യങ്ങളെല്ലാം ബിഗ് ബോസിനോട് പറയാണ്. നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾ ഉണ്ടല്ലോ, എങ്കിലും എപ്പോഴും ഷാനവാസ് ഖാൻ ഞങ്ങളോട് വന്നിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് നോമിനേഷൻ കാര്യങ്ങളും. അനീതിക്കുട്ടിയോടത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനീതിക്കുട്ടി വന്ന് ബിഗ് ബോസിനോട് പറഞ്ഞ് ഒറ്റ കൊടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇക്കയെ അനീതിക്കുട്ടി തേച്ചു. ആ തേപ്പാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. സത്യങ്ങൾ ഇത്രത്തോളം തുറന്നു പറഞ്ഞെങ്കിലും ഈ തേപ്പ് ആദിലക്ക് നെഗറ്റീവും ഷാനവാസിന് പോസിറ്റീവായി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അനീഷിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രേക്ഷകർക്കുണ്ടായിരുന്ന സംശയമാണ്, അല്ലെങ്കിൽ അനീഷിനുണ്ടായിരുന്ന സംശയമാണ് ഷാനവാസ് കാണിക്കുന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന്. അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്താകും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.